ഇക്കരിക്കെല്ലാം കൊതി പൂണ്ടത്രയോ പേരുണ്ട്. ഇക്കയെ പോലൊത്തവൻ നിനക്കിന്ന് വേറാരുണ്ട്? താമരപ്പൂവത്ത മോറും ചെമ്പരത്തിച്ചുണ്ടു. കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പല പരിപാടികളിലും സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. ഈയിടെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, വെള്ളിപ്പറമ്പ് വെച്ചിട്ടുണ്ടായ. അതിൽ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് പേരറിയാത്ത ഒരു ഡാൻസർ എന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ പേര്? പേര് മുനിയർ. എവിടെയാണ് വീട്? കൊയിലാണ്ടി. കൊയിലാണ്ടിയാണ് വീട്. മൂടാടി. കൊയിലാണ്ടി മൂടാടി വീടാണ്. കോഴിക്കോട് നഗരത്തിൽ എന്ത് പരിപാടി ഉണ്ടാവുകയാണെങ്കിലും നിങ്ങളവിടെ ഒരു സ്ഥിരം സാന്നിധ്യമാണ്. പരിപാടിക്ക് വേണ്ടി വരാറാണോ പതിവ്? അറിഞ്ഞാൽ വല്ല പരിപാടിക്ക് ഇങ്ങനെ വരത്തില്ല. അറിഞ്ഞാലൊന്ന് വരും, കാണും. എന്തെങ്കിലും നല്ലൊരു പരിപാടി ഉണ്ടെങ്കിൽ ഭാരവാഹികൾ തന്നെ പറയൂ, ഒന്ന് കളിച്ചൊന്ന് ഉഷാറാക്കണം. എന്ന് മുതലാണ് ഈ ഡാൻസ് പഠിച്ച് അല്ലെങ്കിൽ ഡാൻസ് കളിച്ചു തുടങ്ങിയത്? ഡാൻസ് ചെറുപ്പത്തിലേ കളിക്കുന്നുണ്ട്. കളിച്ച് പഠിച്ചൊന്നുമല്ല, അറിയുന്ന മാതിരി കളിക്കും, അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ആളുകൾ പറയാറുണ്ട് പഴയ ഹിന്ദി സിനിമയിലെ ഡാൻസുമായിട്ട് ഇതിന് ഒരുപാട് സാമ്യമുണ്ട് എന്നുള്ളത്. അത് യാദൃശ്ചികമായി സംഭവിച്ചതാണ്. ഞാനങ്ങനെ ഇതാക്കിയൊന്നുമല്ല. പണ്ട് പല സിനിമകളിലും അതേമാതിരി തന്നെ റിക്കാർഡ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, സൈക്കിൾ ബാലൻസ് ഉണ്ട്, അതെല്ലാം കാണാറുണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങനെ വന്നതായിരിക്കും. ആദ്യമായിട്ട് ഗാനമേള നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഡാൻസ് കളിച്ച ഓർമ്മ ഏതാണ്? ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണല്ലോ, മുതിർന്നതിന് ശേഷമാണ്? ഒരു 10-16 വയസ്സുള്ളപ്പോൾ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഗാനങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ഹരാക്കും, രസാക്കും. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഒരു ഹരായി. അപ്പൊ പോയാൽ എല്ലാവരും പറയും. സാധാരണ രീതിയിൽ ആളുകള് പിന്നിന്നാണ് ഡാൻസ് കളിക്കാറുള്ളത്. മുനീർ കാണിക്കുന്നത് സ്റ്റേജിന്റെ മുൻവശത്ത് പോയി ഡാൻസ് കളിക്കുന്നത് ആളുകൾ ആസ്വദിക്കുന്നു, അതോടൊപ്പം തന്നെ നിങ്ങൾ സ്റ്റേജിലേക്ക് കയറാറുമുണ്ട്. അത് ആദ്യം ബാക്കിൽ നിന്നാണ് കളിക്കുക. അപ്പോൾ ആൾക്കാർ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അവിടുന്ന് കളിക്കുമ്പോൾ ഭാരവാഹികൾ സ്റ്റേജിലും കയറ്റും. അങ്ങനെ ഉണ്ടാകാറ്. ഞാൻ സ്റ്റേജിൽ കയറി കളിക്കാറില്ല. അതൊരു ഇതല്ലേ. ഒരുപാട് പ്രഗത്ഭരായ ആളുകളുടെ വേദികളിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ആ ഓർമ്മകൾ എന്താണ്? ഓർമ്മ കിഷോർ കുമാറും യേശുദാസും സ്റ്റേഡിയത്തിൽ വന്നിരുന്നു 83-84. അപ്പം പിന്നെ ഉഷാദ് പിന്നെ പരിപാടി ഉണ്ടാവാറുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ സ്റ്റേജിൽ കയറി കളിച്ചിട്ടുണ്ടോ? സ്റ്റേജ് കയറിയില്ല, അതിന് പുറത്തുനിന്ന് കളി. അന്നൊന്നും അങ്ങനെ ഒരു ഭയങ്കര കയറാൻ ശ്രമിക്കലില്ല. പിന്നെ എംജിന്റെ പരിപാടിക്കൊക്കെ സ്റ്റേഡിയത്തിൽ പോയിരുന്നു. പിന്നെ അധികം അസ്ലമിന്റെ പരിപാടി, അതേമാതിരി ബാംഗ്ലൂർ അസ്ലം, പിന്നെ ഷാഹിദ് റഫി, അവരൊക്കെ സ്റ്റേജിൽ കയറി കളിക്കും. അവിടുത്തെ തലശ്ശേരി പോയപ്പോൾ അവർ സ്റ്റേജിൽ കയറ്റി കളിപ്പിച്ചു. ചില സംഘാടകർ സ്റ്റേജിൽ കയറി കളിക്കാൻ വേണ്ടി പറയും. കളിച്ചാലും സ്റ്റേജിൽ നിന്ന് താഴ്ന്ന് കളിച്ചാലും ഒരുപാട് കയറി കളിച്ചു പോകുന്നത് ഇവരൊക്കെ പറയും, ആസ്വാദകരും പറയും. അതെ, മുനീറിന്റെ ഡാൻസിനുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഡപ്പാങ്കൂത്ത് ഡാൻസ് ആളുകൾക്ക് തോന്നിയ പോലെ കളിക്കാറുണ്ട്. ഇത് വളരെ താളത്തോട് കൂടിയാണ് കളിക്കാറുള്ളത്. അത് യാദൃശ്യമായി സംഭവിക്കുന്ന വളരെ ഒരു മെലോഡിയസ് ആയ ഗാനങ്ങൾക്ക് വരെ വളരെ നല്ല രീതിയിൽ സ്റ്റെപ്പൊക്കെ വെച്ച് കളിക്കുന്ന ഒരു രീതി കാണാൻ സാധിക്കാറുണ്ട്. എങ്ങനെയാണ് ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തത്? അത് ഇവിടെ ഒരു 5 കൊല്ലം റാസാബീഗത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു ടാഗോറിൽ. അത് ടണലിന്റെ പരിപാടിയായിരുന്നു. 9:30 ഞാൻ അവിടെ കയറി ഫ്രണ്ടിലിരുന്നു. അവര് ദുഃഖ് ധാവൻ തുജ എന്നുള്ള പാട്ടൊക്കെ പാടി. അപ്പൊ ഞാൻ ഇറങ്ങി കളിച്ചു. അപ്പൊ അവിടുന്ന് കുറെ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഭയങ്കര ഹരായി. പിന്നെ അവർക്ക് പിന്നെ ഏതെങ്കിലും പരിപാടിക്ക് പോയാൽ അവസാനം ഞാൻ കളിക്കണം റാസാബീഗത്തിനും. അങ്ങനെ ഏത് പരിപാടിക്ക് പോയാലും അങ്ങനെ ഒരു ഇർഫാൻ എന്ന് പറഞ്ഞ തിരൂര് മൂപ്പര് പരിപാടി നെസ്റ്റിന്റെ പരിപാടി ഉണ്ട് കൊയിലാണ്ടി. അങ്ങനെ ഷാഫി ആയാലും താജുദ്ദീൻ എന്നെ കണ്ടാൽ അന്നേരം വിളിക്കും, സ്റ്റേജിൽ കയറ്റും. താജുദ്ദീനെ പല പരിപാടിക്ക് ഞാൻ സ്റ്റേജിൽ കയറി കളിച്ചിട്ടുണ്ട് ആദ്യം. പിന്നെ അതേ കൊല്ലം ഷാഫി, ആസിഫ് കാപ്പാട്, അവർക്കെല്ലാം എന്നെ കണ്ടാൽ അവർക്ക് നിസാർ വയനാട്, അവർക്കെല്ലാം എന്നെ കണ്ടാൽ അവർ പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇക്കാന്ന് പറഞ്ഞിട്ട് വന്ന് കളിപ്പിക്കും. നല്ലൊരു കലാ ആസ്വാദകനാണ്. വേറെന്താ കഴിവുകൾ എന്താ ഉള്ളത്? പാട്ട് പാടാറുണ്ടോ? പാട്ട് അങ്ങനെ പാടാറില്ല. 4 വരി പാടും, മെഷായറും. പിന്നെ വേദികളിൽ പാടിയിട്ടുണ്ടോ? വേദികളിൽ പാടിയിട്ടില്ല. മ്യൂസിക് ഇല്ലാതെ പാടും. മെഷായറും പിന്നെ സുമയനെ സുമുഖി അതൊന്ന് പാടും. വേദികളിൽ ഞാൻ മൈക്ക് എടുത്തിട്ട് പാടും, മ്യൂസിക് ഇല്ലാതെ പാടും. അപ്പൊ ആൾക്കാർക്ക് ഒരു ഹരം തോന്നും. എങ്ങനെയാണ് ഈ കലയോട് ഒരു താല്പര്യം വന്നു തുടങ്ങിയത്? എങ്ങനെയാണ്? വീട്ടിലാർക്കും അങ്ങനൊന്നുമില്ല. ചെറുപ്പത്തിലെ ഇങ്ങനെ ഗാനങ്ങളൊക്കെ പോയാലൊന്ന് അടിച്ചു പൊളിക്കും. കല്യാണം പുതിയാപ്പിളിൻ്റെ ഒക്കെ കൂടെ പോയാൽ ഒരു പാട്ടൊക്കെ പാടിക്കൊടുത്ത് ഹരാക്കും. കല്യാണ വീട് പോയാൽ സ്കൂൾ ജീവിതകാലത്ത് ഏതെങ്കിലും കലാമത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നോ? ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നും അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ അങ്ങനെ വലിയ ഒരു
പിന്നെ ഇതൊന്നും ഇല്ലായിരുന്നു. ഓക്കെ. ഇപ്പൊ ഈ കലാപരിപാടികൾ നിരന്തരമായിട്ട് കോഴിക്കോട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഏതൊക്കെ കലാകാരന്മാരുമായിട്ടാണ് നല്ല ബന്ധം സ്ഥാപിച്ചെടുത്തത് കാലയളവിനുള്ളിലെ? കണ്ണൂർ ഷെരീഫായിട്ട് പണ്ടേ മുതലേ കാണും. ഇപ്പം മൂപ്പരെ എവിടെയും കാണലില്ല. പണ്ട് മുതൽക്കെല്ലാം കണ്ട് കൈയൊക്കെ തന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ താജുദ്ദീൻ വടകര, ഷാഫി കൊല്ലം നമ്മളെ എൻ്റെ അടുത്ത സുഹൃത്തു, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ പ്രായമൊന്നുമില്ലെങ്കിലും വലിയ കാര്യം അവിടെ ഉണ്ടായിരുന്നു. അഹങ്കാരം ഇല്ലാത്തൊരു മനുഷ്യൻ ഷാഫി, താജുദ്ദീൻ, ആസിഫ് കാപ്പാട്. ബാംഗ്ലൂർ അസ്ലമായിട്ട് ബാംഗ്ലൂർ പിന്നെ എന്നെ അറിയാം മൂപ്പർക്ക്. പക്ഷേ മൂപ്പര് അങ്ങനെ ഒരു വന്ന് അങ്ങനെ ഇതാക്കലില്ല. കൂടുതൽ ഏത് തരത്തിലുള്ള ഗാനങ്ങൾ കേൾക്കുമ്പോഴാണ് ഡാൻസ് കളിക്കാൻ തോന്നാറുള്ളത്? പഴയ ഹിന്ദി ഗാനങ്ങളാണോ? പ്രത്യേകിച്ച് റാഫി നൈറ്റിലൊക്കെ അത്തരം ഗാനങ്ങളോടാണ് കൂടുതൽ താല്പര്യമുള്ളത്? ഹിന്ദി റഫിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ സജാദ് കാലിക്കറ്റുണ്ട്. മൂപ്പര് പാടുമ്പോൾ എനിക്ക് മൂപ്പരെ പാട്ട് പിന്നെ ഗാനങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഫുൾ സ്വാതന്ത്ര്യം. HRFൻ്റെ ഒരു ഇതുണ്ട്, അമാര റഫി, അത് വേറെ പരിപാടി 21-നുണ്ട്. അതുപോലെ IP സിദ്ദീഖ്, MA ഗഫൂർ, അവർക്കെല്ലാം എന്നെ ഒരു പാട്ട് പാടുമ്പോൾ ഞാനൊന്ന് കളിച്ചാൽ അവർക്ക് ഇഷ്ടമാണ്. ഇവരൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെടാറ്. ഇപ്പോൾ പണ്ട് മുതൽക്ക് ഒരു 10-25 കൊല്ലമായിട്ട് അവർക്ക് എനിക്ക് അറിയുന്ന ആൾക്കാർ. വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടിൽ ഞാനും വൈഫും മക്കളൊക്കെ ഗൾഫിലാണ്. മക്കളെ ഗൾഫിലാണ്. എന്താണ് തൊഴില്? എനിക്ക് ബിസിനസ്, ജ്വല്ലറി ഉണ്ട്, കൊയിലാണ്ടി കൊയിലാണ്ടി ജ്വല്ലറി ഉണ്ട്. ഞാൻ ടെക്സ്റ്റൈൽസ്, കുറ്റ്യാടി, പേരാമ്പ്ര ഡിസൈൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽസ്, ചുരിദാറുണ്ട്. ഇങ്ങനെ ഡാൻസുമായിട്ട് സ്റ്റേജിൽ കയറി കളിക്കുമ്പോൾ വീട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണം എന്താണ്? അവർക്ക് താല്പര്യമാണോ? താല്പര്യമൊന്നുമില്ല, ഇഷ്ടക്കേടുണ്ടോ? ഇഷ്ടക്കേടാണ്. ആ. നമ്മളൊരു ജോലിയല്ലേ, ആ. ഞാനതൊക്കെ പിന്നെ ചിരിച്ച് തള്ളു. മക്കളെന്ത് പറയും ഇത് കണ്ടിട്ട്? മക്കൾക്ക് പ്രശ്നമൊന്നുമില്ല. പ്രശ്നം പ്രശ്നം കുടുംബിനിക്കാണോ പ്രശ്നമുള്ളത്? ഉടുമ്പിനെ അങ്ങനെ കാണാറില്ല. ഇല്ല. അവളിങ്ങനെ കേട്ട് ഓള് ചിരിച്ച് വാങ്ങണം. പിന്നെ ബ്രദറിനാണ് അധികം നമുക്ക് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. അതെ അതെ. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇത് ആസ്വദിക്കുകയാണ്. അതെ, ഞാൻ അത് കളിക്കണ്ടെന്നൊക്കെ വിചാരിക്കും. അവിടെ ഇങ്ങനെ എത്തുമ്പോൾ പിന്നെ എല്ലാവരും ഇതൊക്കെ ജോലിയായിട്ട് അങ്ങ് കളിച്ചു പോകും. പിന്നെ അത് കേട്ട് കഴിഞ്ഞാൽ അറിയാതെ അങ്ങനെ തന്നെയാണോ? വീട്ടിലാണെങ്കിൽ എവിടെ ആയാലും എങ്ങനെ ഒരു ചെറുങ്ങനൊരു സ്ഥിരമായിട്ട് പാട്ട് കേൾക്കുന്ന സ്വഭാവം ഉണ്ടോ? സ്ഥിരമായി പാട്ട് ആരുടെ പാട്ട് കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം? റഫിന്റെ പാട്ടാണ് അധികവും കേൾക്കാറ്. റഫി ഫാനാണ്. റഫി ഫാനാണ്. രണ്ടുപേര് പാട്ട് പാടി നമുക്ക് ഈ സംഭാഷണം നിർത്താം. ദിൽ ദേ ദിയാ ഹേ यार न जाने जिना नहीं करेंगे सनम ओ मशाइल तो नहीं मगर ये अजीज जब से देखा मैंने तुझको मुझको शायरी या गई मशाइल तो नहीं. ओके